ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പ് നാളിലെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പനേരത്തെ ചിന്തയിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യം മത്തായി 16-ാം അധ്യായം 24-ാം വാക്യം. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവർ അവരുടെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം എന്ന വാചകം സുവിശേഷങ്ങളിൽ 5 പ്രാവശ്യം നമുക്ക് കാണാം. ഇതിൽ ലോകത്തെ ത്യജിക്കുക എന്ന ആശയമുണ്ട്. ഭൗതികതയ്ക്കായുള്ള മോഹമല്ല, ഭൗതികതയെ ത്യജിക്കുന്നതാണ് യേശുവിനെ അനുഗമിക്കുവാനുള്ള യോഗ്യത. ഭൗതികതയെ ത്യജിക്കുക എന്നതിന് ലോകത്തിലെ മറ്റ് തത്വചിന്തകൾ നൽകുന്ന അർത്ഥമല്ല യേശു നൽകുന്നത്. ലോകത്തിലെ സുഖസൗകര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് ഏകാന്തവും ഒറ്റപ്പെട്ടതുമായ ഒരു സ്ഥലത്ത് ജീവിക്കുക എന്നതല്ല യേശു പറയുന്ന വഴി. യേശുവിൻ്റെ വഴി ഈ ലോകത്തിൽ നിന്നും ഏറ്റവും ഹീനമായ നിന്ദയും പരിഹാസവും പീഡനവും മരണവും ഏൽക്കുക എന്നതാണ്. അതാണ് യേശു ക്രൂശ് ചുമക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ലോകം നൽകുന്ന കഠിനമായ കഷ്ടത ഏൽക്കുക എന്നത് സജീവമായ പങ്കാളിത്തമാണ്. ക്രൂശ് കഷ്ടതയിലുള്ള സജീവമായ പങ്കാളിത്തമാണ്. പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം ഈ കൽപ്പന അനുകരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ക്രൂശുകൾ സ്വർഗത്തിലേക്കുള്ള ഗോവണികളാണെന്ന് ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും ഉണ്ടാകാം. നമുക്കുള്ള പലതും ചിലപ്പോൾ ത്യജിക്കേണ്ടി വന്നേക്കാം. പൗലോസ് ക്രിസ്തുവിനെ കണ്ടെത്തിയ നാൾ മുതൽ തന്നെത്താൻ ത്യജിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. അതോടെ ശൗൽ എന്ന വ്യക്തി അശേഷം ഇല്ലാതായി. അഹം ക്രൂശിക്കപ്പെട്ടു. യേശു ആ സ്ഥാനത്ത് അവനെ മുഴുവനായി ഭരിക്കുന്നു. ഇന്നത്തെ ഈ പരിശുദ്ധ ദിനത്തിൽ ക്രിസ്തുവിന്റെ സഹനങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും മറ്റുള്ളവർക്കായി മുற்பടുവാനുള്ള ഒരു പ്രചോദനം ലഭ്യമാകട്ടെ. ലോകത്തെ അനുഗമിക്കാതെ ക്രിസ്തുവിനെ അനുഗമിക്കാം. അതിനായി പരിശ്രമിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.